എല്ലാവർക്കും നമസ്തേ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയിലുള്ള ഒരു വേലപ്പൻ നായർക്ക് ഇപ്പോൾ ഉടനെ ബി നിലവറ തുറക്കണം. വെറും വേലപ്പൻ നായരല്ല, സർക്കാർ വേലപ്പൻ നായർ, കമ്മ്യൂണിസ്റ്റുകാർ CPM-കാരനായ വേലപ്പൻ നായർക്ക് ഇപ്പോൾ ഉടൻ തന്നെ നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്നേ പറ്റത്തുള്ളൂ. ഇന്നലെ അയാൾ സമിതിയിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. അതേക്കുറിച്ച് നമ്മൾ വിശ്വാസികൾ വളരെയേറെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇനിയിപ്പം പിണറായി സർക്കാരിന് ഒരു വർഷം തികച്ച് കാലാവധിയില്ല, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ രാജ്യത്തെ പൊതുവായിട്ടുള്ള ഈ സംസ്ഥാനത്തെ പൊതുവായിട്ടുള്ള വോട്ടർമാരുടെ ആ ഒരു വികാരം അനുസരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM അധികാരത്തിൽ വരികയില്ല, UDF അധികാരത്തിൽ വരും, BJP ഒരു ശക്തമായ സാന്നിധ്യം അറിയിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ വോട്ടർമാരുടെ ആ ഒരു മനോവ്യാപാരം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നിലവറ തുറന്നിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു തത്രപ്പാടിലാണ് ഈ വേലപ്പൻ നായരും CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇത് കാരണം സർക്കാർ നിലപാടായിരിക്കുമല്ലോ അയാൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളെ, മഠങ്ങളെ, ഇത് ഹിന്ദു സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മുടെ നാട്ടിൽ CPM പ്രവർത്തിക്കുന്നത്. അവരുടെ ആവശ്യം ഹിന്ദുക്കൾക്കിടയിൽ ഒരു വിഭജനം ഉണ്ടാക്കുക. സത്യത്തിൽ ഇത് സുപ്രീം കോടതി തന്നെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ടത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. കോടതിക്ക് എന്ത് അധികാരമാണ് ഈ ആരാധനാലയങ്ങളുടെ ഈ കാര്യത്തിൽ കൈകടത്തുന്നത്? കോടതിക്ക് ഒരു അധികാരമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കോടതിക്ക് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റ് ആരാധനാലയങ്ങളും ഇതേപോലുള്ള ട്രസ്റ്റുകളുടെ കീഴിൽ കൊണ്ടുവരണം. മറ്റ് സമുദായങ്ങളുടെ ആരാധനാലയങ്ങളും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സഭകളുടെ ഭരണം അതും ഇതേപോലുള്ള സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഈ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല? ഇസ്ലാമിക വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഇതേപോലുള്ള സർക്കാരിലൂടെ നിയന്ത്രിക്കുന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സുപ്രീം കോടതി പോലും നമ്മുടെ രാജ്യത്ത് നൽകിയിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ നിഷേധിക്കുന്ന നിലപാടാണ് ഹിന്ദുവിൻ്റെ കാര്യം വരുമ്പോൾ സ്വീകരിക്കുന്നത്. അതുതന്നെയാണല്ലോ നമ്മൾ ശബരിമലയിൽ കണ്ടതും. ശബരിമലയിലേതാകട്ടെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതാകട്ടെ, ആരാധനാ സമ്പ്രദായം പണ്ട് മുതൽ തുടർന്നു വന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി തന്നെ തടസ്സം നിൽക്കുന്നു, ഇവിടുത്തെ കോടതി തന്നെ തടസ്സം നിൽക്കുന്നു. പക്ഷേ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ അതേപടി മുന്നോട്ട് പോകാനും സുപ്രീം കോടതി അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ഈ വസ്തുത ഇതായിരിക്കെ ഈ വേലപ്പൻ നായരുടെ ഈ ഒരു ആവശ്യം, അതും നേരത്തെ ഈ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ രാജകുടുംബത്തിൻ്റെ കൈവശത്തു നിന്ന് ഈ കൈവശം ഉണ്ടായിരുന്ന ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭരണ അവകാശം പിടിച്ചു പറിച്ചാണ് സർക്കാർ പ്രതിനിധി ഉൾപ്പെടുന്ന സുപ്രീം കോടതി ഒരു ഭരണസമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായപ്പോൾ തന്നെ ഇത് പാർലമെൻറ്റിൽ ഈ ഒരു ബില്ല് പാസ്സാക്കി അത് രാജകുടുംബത്തിൽ തന്നെ നിക്ഷിപ്തമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതിന് പകരം അതിനെ അനുകൂലിച്ചത് തന്നെ, അന്നത്തെ സർക്കാർ അനുകൂലിച്ചത് തന്നെ തെറ്റായിട്ടുള്ള നടപടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബി നിലവറ തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്ന് കോടതിയിൽ ഒരു ആവശ്യം വന്നപ്പോൾ കോടതി പറഞ്ഞത് ഇതിൻ്റെ ഈ രാജകുടുംബവും തന്ത്രി, പിന്നെ ഈ സർക്കാർ പ്രതിനിധി, കേന്ദ്ര പ്രതിനിധി ഉൾപ്പെടുന്ന സമിതി കൂടി തീരുമാനിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് തുറക്കണ്ടായോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് വേണ്ടതുപോലെ ചെയ്യാനാണ് കോടതി പറഞ്ഞത്. കോടതിയുടെ ഉത്തരവ് ഇങ്ങനെ ഇരിക്കെ, നിർദ്ദേശം ഇങ്ങനെ ആയിരിക്കെ, ഇപ്പോൾ ഈ വേലപ്പൻ നായർക്ക് ഇത് തുറക്കണം എന്നുള്ള ഒരു നിലപാട് വരാൻ കാരണം, അയാളത് പരസ്യമായിട്ട് പത്രങ്ങളിൽ കൂടെ വന്ന വാർത്തയാണ്. ഈ യോഗത്തിൽ രാജകുടുംബത്തിൻ്റെ പ്രതിനിധി ആരും ഇല്ലാതിരുന്നൊരു യോഗത്തിലാണ് ഇയാൾ ഈ നിർദ്ദേശം വെച്ച് ചർച്ചയാക്കിയിരിക്കുന്നത്. ഈ ചർച്ച പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം, അതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, ഈ CPM-ൻ്റെ ലക്ഷ്യം തന്നെയാണ് ഈ
തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കൈവശം അവർ പിന്നെ നിയന്ത്രിച്ചിരുന്ന ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം അത് ഹൈന്ദവൻ്റേത് മാത്രമല്ല, ഈ അവിടുത്തെ സ്വത്തുക്കൾ ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടുത്തെ സ്വത്തുക്കളൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി സർക്കാരിലേക്ക് വരുത്തി തീർക്കണമെന്നുള്ളതാണ് ഈ CPM-ന്റെ നിലപാട്. നമുക്ക് അറിയാം പല പുരാതന ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കളുടെ കാര്യത്തെക്കുറിച്ച്. അത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നതോടുകൂടി ഇത് നിരീശ്വരവാദികളും ഈ രാജ്യവിരുദ്ധരുമായ ഈ കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ ജീവനക്കാരായിട്ടും ബോർഡ് മെമ്പർമാരും പ്രസിഡന്റുമാക്കി ഇവർ കയറ്റി. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും ഒരു വിശ്വാസം ഇല്ലാത്തവരാണ്. ഈ ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമില്ല, ക്ഷേത്രത്തിൽ തന്നെ വിശ്വാസമില്ല. ഹിന്ദു സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ തകർക്കണം, ആരാധനാലയങ്ങൾ ഏതൊക്കെ രീതിയിൽ തകർക്കണം എന്നുള്ള രീതിയിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പലരെ ഇപ്പം നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്ന് അവിടെ കഴകക്കാരനായിട്ടും അഡ്മിനിസ്ട്രേറ്ററായിട്ടും ഈ അങ്ങേയറ്റം വന്ന് പൂജാരിമാരായിട്ട് വരെ മേൽശാന്തിമാരായിട്ട് വരെ പല ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ശ്രമിക്കുന്നത് എന്താണ് ക്ഷേത്രത്തിൻ്റെ ആ ശക്തി ക്ഷയിപ്പിക്കുക. ഈ ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരു CPM-കാരനെ പിടിച്ച് ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തിയാക്കിയാൽ അയാൾ എന്താണ് ചെയ്യുന്നത്? അവിടെ കൃത്യമായി ചെയ്യേണ്ട പൂജകൾ ചെയ്യേണ്ടതിന് പകരം അങ്ങനെ യഥാവിധി പൂജകൾ ചെയ്താൽ ആ മൂർത്തിക്ക് ശക്തി കൂടും, ആ ക്ഷേത്രത്തിനും ആ പ്രദേശത്തിന് ഐശ്വര്യം വർദ്ധിക്കും. ഇത് തടയിടാൻ വേണ്ടി ഇത്തരം ഒരുത്തനെ മേൽശാന്തിയാക്കിയാൽ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഭഗവാന് നടത്തേണ്ട പൂജകൾ യഥാവിധി നടത്താതെ അവിടെ ഭഗവാന്റെ ശക്തിക്കും ചൈതന്യത്തിനും ലോപം വരുത്തുകയായിരിക്കും ചെയ്യുന്നത്. അതോടുകൂടി ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ശക്തി ക്ഷയിക്കും. അവിടെ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒരു വഴിപാടോ പൂജയോ നടത്തിയിട്ട് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രത്തിനെ നശിപ്പിക്കും എന്നുള്ളത് ഉറപ്പ്, നശിച്ചു പോകും എന്നുള്ളത് ഉറപ്പ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് CPM ഈ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാനും. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപദേശക സമിതികൾ, ഇപ്പോൾ വിശ്വാസികളാണ് ഉപദേശക സമിതികൾ നിയന്ത്രിക്കുന്നത്. അതും പിടിച്ചെടുക്കണം എന്നുള്ളതാണ് പാർട്ടി അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ വിശ്വാസികളല്ലാത്ത CPM-കാരോട് പാർട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതികൾ നിങ്ങൾ പിടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, അവിടെ നടക്കേണ്ട പൂജകളൊക്കെ വിശേഷാൽ പൂജകളൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട്. അതൊക്കെ തീരുമാനിക്കുന്നത് ഉപദേശക സമിതികളുടെ നേതൃത്വത്തിലാണ് തീരുമാനിക്കുന്നതും അത് നടപ്പാക്കുന്നതും. അപ്പോൾ ഈ അവിശ്വാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഈ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാതെയാകും. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള പൂജകൾ, വിശേഷാൽ പൂജകളുണ്ടെങ്കിൽ അതവർ പല കാരണങ്ങൾ പറഞ്ഞ് നടത്താതെ അത് ഒഴിവാക്കും. അതോടുകൂടി ക്ഷേത്രത്തിന് ശക്തി ക്ഷയിച്ചു തുടങ്ങും. ഈ ഒരു ഉദ്ദേശം വെച്ചാണ് ഇവർ ഈ പറയുന്നത്, ഇവർ ഭരണസമിതി കൈയടക്കണം എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ട ഒരു വലിയ വിവാദമായതാണ്, വാർത്തകളിലെല്ലാം ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയെക്കുറിച്ച്. പാർത്ഥസാരഥിയുടെ പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാരും അതിൻ്റെ ബന്ധപ്പെട്ടവർക്കും അവിടെ ഭക്തർ നൽകുന്ന വഴിപാടാണ് ഈ വള്ളസദ്യ. അത് ഓരോരുത്തർ വഴിപാടായിട്ട് നടത്തുന്നത് അവരുടെ നേതൃത്വത്തിലും പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലുമാണ്. ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കി അത് മാറ്റിയിട്ട് അത് കഴിക്കാൻ ചെല്ലുന്നതും ഭക്തർ കഴിക്കാൻ ചെല്ലും. അത് 1 രൂപ പോലും നമ്മൾക്ക് ചെലവില്ലാതെയാണ് അവിടെ പോയി ഈ സദ്യ, ഭഗവാന്റെ വഴിപാടിൻ്റെ പ്രസാദമായ ഈ സദ്യയിൽ നമ്മൾ പങ്കുകൊള്ളുന്നത്. ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു, ഇത് ഓൺലൈൻ ബുക്ക് ചെയ്ത് അത് കച്ചവടം നടത്തുക. അപ്പോൾ അവർക്കത് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ അവിടുത്തെ ആചാരം എങ്ങനെ നിലവിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ആചാര ലംഘനം നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് അത് തീരുമാനിച്ചത്? ഈ ക്ഷേത്രം വിശ്വാസികളായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു ആചാര വിരുദ്ധ നടപടി ഉണ്ടാവുകയില്ലായിരുന്നു. ഈ ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ, നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളെല്ലാം പിടിച്ചെടുത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാക്കി ആണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോ മെമ്പർമാരോ ഒക്കെ ആരൊക്കെയാണ്? വിശ്വാസികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല ഇതിൻ്റെ മെമ്പർമാരോ പ്രസിഡന്റോ.
അതാത് കാലത്ത് ഭരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ പിന്നെ അവർ അവിശ്വാസികളെയൊന്നുമല്ല ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ ആക്കുന്നത്. അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള വിശ്വാസികളെ അവർ ഈ സ്ഥാനത്ത് കൊണ്ടുവരും. എന്നാൽ CPM-ന്റെ ഭരണകാലത്ത് അതാണ് നടക്കുന്നത്. അവിശ്വാസികളായിട്ടുള്ള ഇവരുടെ പാർട്ടി നേതാക്കന്മാരെ അവർക്ക് ധനസമ്പാദനത്തിന് ഉള്ള ഒരു വേദിയായിട്ടാണ് ഈ ബോർഡ് മെമ്പർമാരെ പ്രസിഡന്റ്മാരായിട്ട് നിയമിക്കുന്നത്. ഈ CPM-ന്റെ സംവിധാനം അനുസരിച്ച് ഏതൊരു അംഗത്തിനും ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം പാർട്ടിക്ക് ലഭ്യ കൊടുക്കണം. ഈ ഇത്തരക്കാരെ പിടിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഇതേപോലുള്ള സ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുമായിട്ടും വെച്ച് കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പാർട്ടിക്ക് ലഭ്യമായി കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ പരമാവധി ഈ നിരീശ്വരവാദികളായിട്ടുള്ള ഈ ക്ഷേത്ര വിരോധികളായിട്ടുള്ളവരെ ഈ ക്ഷേത്രങ്ങളിൽ ജോലിക്കാരായിട്ടും ഭരണക്കാരായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. ഈ താളത്തിനൊത്ത് തുള്ളാൻ ഭക്തരിയ്ക്കുന്നത് കൊണ്ടാണ് ഇവരിതിനൊക്കെ ധൈര്യപ്പെടുന്നത്. തങ്ങളുടെ ക്ഷേത്രം തങ്ങളാണ് ഭരിക്കേണ്ടത്, തങ്ങൾ വിശ്വാസികളാണ് ഭരിക്കേണ്ടത് എന്നുള്ള ഒരു നിലപാട്, ശക്തമായ നിലപാട് വിശ്വാസി സമൂഹം സ്വീകരിച്ചാൽ തീരുന്ന കളികളേ ഉള്ളൂ ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വിശ്വാസികളും മനസ്സിലാക്കുക. അനാവശ്യമായി ഇതേപോലെ കൊണ്ട് ധനം അവിടെ കൊണ്ട് വഞ്ചിയിൽ നിക്ഷേപിച്ചും ഒക്കെ എന്തിനാണ് ഇത്തരം ഈ ക്ഷേത്രവിരോധികളെ ശക്തരാക്കുന്നത് എന്നുള്ള കാര്യം ഭക്തര്, വിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ദേവന് കാണിക്ക കൊടുക്കുന്ന ഒരു നാണയം, 1 രൂപയുടെ ഒരു നാണയമാണെങ്കിലും ഭഗവാന് കാണിക്ക കൊടുക്കാം. ആ സ്ഥാനത്ത് പലരും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം ഭഗവാൻ ഒരു കാണിക്ക അർപ്പിച്ച് തൊഴണമെന്നാണ്. നമ്മൾക്ക് 1 രൂപയുടെ ഒരു നാണയം ഭഗവാന് കാണിക്കയായി ഇട്ട് നമുക്ക് ഭഗവാനെ തൊഴാം. അതിന് പകരം 100ഉം 1000ഉം ലക്ഷങ്ങളും കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കാണിക്ക ഇട്ട് തൊഴേണ്ട ആവശ്യം എന്താണ്? ഭഗവാൻ അതുകൊണ്ട് തൃപ്തനാകുമെന്നുള്ള തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ 1 രൂപ നാണയം ഭഗവാന്റെ മുന്നിൽ കാണിക്ക അർപ്പിച്ച് തൊഴുതിട്ട് ബാക്കി ഇവിടെ നിക്ഷേപിക്കുന്ന ഇവന്മാർക്ക്, ഇതുപോലുള്ള കാട്ടുകള്ളന്മാർക്ക് തോന്നിവാസം കാണിക്കാൻ വേണ്ടി ഇത് നിക്ഷേപിക്കുന്നതിന് പകരം ഈ പണം ആ ഭഗവാന്റെ പേരിൽ ഏതെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വിനിയോഗിച്ചാൽ അതായിരിക്കും ഭഗവാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം നമ്മുടെ ഭക്തർ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇതുവരെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ ഇനിയെങ്കിലും ഈ സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ദേവസ്വം ബോർഡ് അല്ലെന്നുണ്ടെങ്കിൽ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കാർ, പ്രത്യേകിച്ച് CPM നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, നടപടികൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് വേണം വിശ്വാസികൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ, ദർശനം നടത്താൻ പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട നടപടികൾ. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.